സ്പെക്ടക്കിൾ എന്നുള്ള രീതിയിൽ കളിക്കാരനത് കാണേണ്ട കാര്യമില്ലല്ലോ. കാണികൾക്കാണല്ലോ. ഇപ്പം നോർവേ ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ള അതെ. പ്രശ്നമുള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും നോർവേ ഒരു നല്ല ടീമാണെങ്കിൽ അതിൽ കോച്ചിങ് ഉണ്ട്, അതിനകത്ത് മറ്റ് ഡിസിപ്ലിൻ, അതിൻ്റെ എല്ലാ തരത്തിലുള്ള സ്ട്രാറ്റജി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം അതെങ്ങനെയാണ് പിന്നെ ഇപ്പം ഇറ്റലിയെ ഒരു ക്വാളിഫയിങ് റൗണ്ടിൽ തോൽപ്പിക്കുന്ന ഒരു ടീമിന് എന്തുകൊണ്ട് ഇവിടെയും അത് പെർഫോം ചെയ്യാൻ പറ്റാത്തത്? കുറെയൊക്കെ ലക്കാണ്. ഇപ്പോൾ അവരുടെ ഒരു ഗോൾ അടിച്ചത് രണ്ടാം പകുതിയിൽ അത് VAR ഡിസലൗ ചെയ്തത്. ഉം, ഉം, റെഫറി സ്ക്രീൻ പോയി കണ്ടിട്ട് ഉം, അത് പക്ഷേ പുതിയ നിയമം, അത് വളരെ ആവശ്യമായിട്ടുള്ള നിയമം. ഈ പെനൽറ്റി ബോക്സിലത്തെ ഉം, തെമ്മാടിത്തരം നിർത്താൻ വേണ്ടി ഫിഫയുടെ റൂൾസ് ഇപ്പോൾ ഡിഫറെൻ്റ് ആണ്. EPLലൊക്കെ ഇങ്ങനത്തെ തള്ളലും ഉന്തലും മറ്റേ ജേഴ്സി വലിക്കലും ഒക്കെ അനുവദിക്കും കിക്ക് എടുക്കണതിന് മുമ്പ്. ഉം, അത് കഴിഞ്ഞാലേ അവർ ഫൗള് ഉം, വിസിലുള്ളൂ. ഉം, കിക്ക് എടുക്കണതിന് മുമ്പ് എന്ത് തെമ്മാടിത്തരം ചെയ്താലും ഒന്നും ചെയ്യില്ല EPL. ഉം, ഉം. എൻ്റെ പ്രതീക്ഷ ഇത് കണ്ടിട്ട് റൂള് മാറുന്നതാണ്. മാറാൻ എന്ന് വെച്ചാൽ സാധ്യത. നമുക്ക് ഫുട്ബോളാണ് കാണേണ്ടത്, റഗ്ബി അല്ല. ഉം, ഉം, റഗ്ബി കാണണമെങ്കിൽ ഞാൻ സ്പ്രിംഗ് ബോക്സിന്റെ മാച്ച് വേറെ കണ്ടോളാം, ഉം, അല്ലാതെ ഇത് ഉം, കാണേണ്ട ഉം, ആവശ്യമില്ല. പക്ഷേ ഇത് ആ ഒരു റൂള് ഹാളണ്ട് വിചാരിച്ചത് EPL ചെയ്യണ പോലെ ഒരാളെ തള്ളി മാറ്റാം. ഉം, പക്ഷെ അത് ഫുട്ബോളിൽ നമുക്ക് കൈ പൊക്കാൻ പാടില്ല. ഉം, ഉം, അത് പൊക്കിയ ഫൗളാണ്. ഉം. അപ്പൊ അതെങ്ങനെ നോക്കിയാലും അത് VAR ഡിസലൗ ചെയ്യുന്ന അറിയായിരുന്നു. അപ്പൊ വളരെ എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരുടെ ഭാഗത്തു നിന്നും ബേസിക് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് ഇന്നലത്തെ കളികളിൽ. ഇതിലും പിന്നെ കോച്ചിനെ ഇപ്പം ഭയങ്കരമായിട്ട് വിമർശനം വരുന്നുണ്ട് നോർവേയുടെ. കാരണം ഹാലൻഡിനെ ഒരു പർട്ടിക്കുലർ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പക്ഷെ പിൻവലിക്കും. ഓടാൻ പറ്റാത്ത ഒരു കളിക്കാരനെ അവിടെ ഫീൽഡിൽ വെച്ചിട്ടൊരു കാര്യമില്ല. ഉം, ഹാളണ്ടിന്റെ അടുത്ത് നിന്ന് ഒരു മൂവ്മെന്റും ഉണ്ടായിരുന്നില്ല. ഉം, ഹാളണ്ടിന്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, പൊതുവെ അവരുടെ ഫ്രണ്ട് ലൈൻ എല്ലാം സ്റ്റാറ്റിക് ഉം, ആയിട്ടുണ്ടായിരുന്നു. ഉം, അവരുടെ മാത്രമല്ല, ഇംഗ്ലണ്ടിന്റെ അതെ പല കളിക്കാർക്ക് ഞാൻ പറഞ്ഞ പോലെ ആ ഉം. കാലാവസ്ഥ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് എക്സ്ട്രാ ടൈമിലേക്ക് പോയതിന് ശേഷം.